നമ്മളോടൊപ്പം ഇപ്പോൾ അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, റോസമ്മ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് ഐഷയെ പരിചയമുണ്ട്, അയൽവാസിയാണ്, അതിനപ്പുറം ഈ സെബാസ്റ്റ്യനുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഘട്ടത്തിൽ കല്യാണം ആലോചിച്ചെത്തി എന്നതിനപ്പുറത്ത് വേറെ ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ റോസമ്മയെ കൂടി ഈ കാര്യങ്ങളിൽ, ഈ തിരോധാന കേസുകളിൽ റോസമ്മയുടെ പങ്ക് കൂടി ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് കൊണ്ടാണോ ഇപ്പോൾ അവരുടെ വീട്ടുവളപ്പിൽ ഈ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയ്ക്ക് ഈ സംഘം മുതിരുന്നത്? എന്തെങ്കിലും വ്യക്തമായ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന? ഇത് എത്രത്തോളം നിർണായകമാകും? ഗോപീകൃഷ്ണൻ, ഈ കേസ് ഇപ്പോൾ നടത്തുന്ന പരിശോധന അതിനിർണായകമാണ്. ഒരുപക്ഷെ സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയേക്കാൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായി റോസമ്മയുടെ വീട് മാറുകയാണ്. അന്വേഷണ സംഘം റോസമ്മയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നമുക്ക് ഉറപ്പായും പറയാവുന്ന കാര്യം, 24ന്റെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത റോസമ്മ നടത്തിയ പരാമർശങ്ങൾ, അതിലെ അവ്യക്തതകൾ, അതിൽ രണ്ട് തട്ടായി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ സംഘത്തിന് റോസമ്മയിൽ സംശയം ജനിപ്പിക്കാൻ കാരണമായത്. നമ്മുടെ ചർച്ചയുടെ ഭാഗങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിൽ നിന്ന് റോസമ്മ പല ചോദ്യങ്ങൾക്കും പല മറുപടിയാണ് നൽകിയത്. ആദ്യം പറഞ്ഞിരുന്ന മറുപടി പിന്നീട് അത് മാറ്റി പറയുന്നു. അങ്ങനെ പല അവ്യക്തതകളും ഈ റോസമ്മയുടെ മറുപടിയിലും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ റോസമ്മയുടെ വീട്ടിലേക്ക് ഈ അന്വേഷണ സംഘത്തെ ഈ റഡാറുമായി എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇൻഫോർമർ എന്ന നിലയിലായിരുന്നു ഇതുവരെ റോസമ്മയെ അന്വേഷണ സംഘം കണ്ടിരുന്നത്. അതിനുശേഷം ഇൻഫോർമർ എന്നല്ലാതെ ഒരു സംശയക്കാരി, അല്ലെങ്കിൽ ഈ കേസിൽ നിർണായക പങ്കുള്ള ആൾ എന്നുള്ള നിലയിലേക്ക് റോസമ്മയെ മാറ്റിയത് ഈ ചർച്ചയിൽ റോസമ്മ നടത്തിയ പരാമർശങ്ങളും അവരുടെ അവ്യക്തമായ മറുപടികളുമാണ്. എന്തായാലും ഇപ്പോൾ അതിനിർണായകമായ പരിശോധനയാണ് റോസമ്മയുടെ വീടിന് മുന്നിൽ ഉള്ള 20 സെന്റ് സ്ഥലത്ത് ഇപ്പോൾ നടത്താൻ പോകുന്നത്. വീടിന് പഴയ വീടാണ്, വർഷങ്ങൾ പഴക്കമുള്ള വീടാണ്. ഇവർ രണ്ട് വിവാഹം കഴിച്ചാലാണ് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ, ഞങ്ങളുടെ പ്രതിനിധി, സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പരിശോധന നടക്കുന്ന റോസമ്മയുടെ വീട്ടുവളപ്പിൽ നിന്ന് ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നു. ഷഫീദ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ്, അതായത് വീടിന്റെ പരിസരത്ത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ റഡാർ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ ചെയ്യുന്നത്? ജിക്ക്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം, അതായത് ഇതൊരു ഷെഡാണ്, ഒരു കോഴി ഫാം തുടങ്ങാൻ വേണ്ടി അവർ ആരംഭിച്ചൊരു ഷെഡാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു കോഴിയെപ്പോലും ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം നാട്ടുകാരുടെ മൊഴി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കെട്ടിടത്തിന് കുഴിയെടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു റോട്ടൺ സ്മെൽ അതുണ്ടായി എന്നുള്ള കാര്യം കൂടി അന്ന് നാട്ടുകാർ പരാതിപ്പെടുകയും പിന്നീട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അവർ മൊഴി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ ഐഷ എന്ന് പറയപ്പെടുന്ന കാണാതായ സ്ത്രീയുടെ തിരോധാന കേസ് പട്ടികയിലെ ആ 3ാം പേരുകാരിയുടെ അയൽവാസിയാണ് റോസമ്മ. കൂടാതെ സെബാസ്റ്റ്യന്റെ സുഹൃത്തുമാണ് റോസമ്മ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റോസമ്മ തന്നെ അക്കാര്യത്തിൽ ചില ഇടപാടുകൾ, വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത്, പ്രത്യേകം മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് മാത്രമായി പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പൊതുരീതി, അത് ഈ കോൺക്രീറ്റ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്കിടയിൽ മറവ് ചെയ്യുന്നതാണോ, ആ മോഡലാണോ എന്നുള്ള കാര്യം ഒരു അന്വേഷണ സംഘത്തിനൊരു സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഭാഗത്ത്, ഈ പ്രത്യേക ഭാഗത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഫോർമറായ ആദ്യഘട്ടം റോസമ്മയെ ഉപയോഗിച്ച അന്വേഷണ സംഘം, പക്ഷെ പിന്നീട് ഇവർക്ക് സെബാസ്റ്റ്യനുമായുള്ള ബന്ധം, മാത്രമല്ല അവരുടെ അടുത്ത സൗഹൃദം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ നടത്തിയ ഇടപാടുകളിലൊക്കെ സംശയം തോന്നുകയും റോസമ്മയുടെ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംശയം, കൃത്യമായ ബലപ്പെട്ട സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സ്ഥലത്ത് പരിശോധന നടത്തുന്നത്. നിലവിൽ ഈ സ്ഥലത്ത് ഈ അന്വേഷണ സംഘത്തിനൊപ്പം റോസമ്മയുണ്ട്. റോസമ്മയുടെ വിവരങ്ങൾ ചോദിച്ചറിയും. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആദ്യം ഇവിടേക്ക് എത്തിയപ്പോൾ അന്വേഷണ സംഘത്തിലെ പ്രധാനി, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ പ്രധാനി ആദ്യം അകത്തേക്ക് പോയത് റോസമ്മയുടെ വീടിനുള്ളിലേക്കാണ്. അതിനുശേഷമാണ് അവരോട് വിവരം പറഞ്ഞിട്ട് നേരെ ആ പരിശോധന നടത്താൻ വേണ്ടി ഷെഡിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്കറിയാം, ഈ കേസ് അന്വേഷണത്തിൽ മുൻപ് ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ സെബാസ്റ്റ്യൻ എന്ന ഒറ്റ പേരിൽ നിന്നും ആ കളം മറ്റൊരു പേരിലേക്ക് കൂടി പോകുന്നു എന്നുള്ളത്, മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകുന്നു എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ ഒരു നിർണായകമായ നീക്കമായി കാണാം. നേരത്തെ ഈ അടുക്കള ഭാഗത്ത് നിന്ന് ഇന്ന് ലഭിച്ച ആ കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ സ്ട്രിപ്പ് മാത്രമാണ് ഇന്നത്തെ പോലീസിന്റെ ഒരു നേട്ടമെങ്കിൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന രണ്ടാമത്തെ നീക്കമായി കൂടി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം അതിന്റെ ആ ചെങ്ങല ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരാൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ സെബാസ്റ്റ്യന് മാത്രം എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പോലീസ് ഇത് കൺഫേം ചെയ്യുന്നില്ല. പക്ഷേ
ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നൊക്കെ പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളത് ഇതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ റഡാർ പരിശോധനാ സംഘം, ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ പരിശോധനാ സംഘം ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. ചേർത്തല പോലീസാണ് നിലവിൽ ഇപ്പോൾ ഐശാ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. ചേർത്തല പോലീസും ഈ ഷെഡിലുണ്ട്. അവർ ആ പരിശോധന നടത്തുകയാണ്. മാധ്യമങ്ങൾക്ക് കുറച്ച് അകലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെ എന്തെങ്കിലും സംശയം തോന്നിയാൽ തൊട്ടടുത്ത നിമിഷം അത് പൊളിച്ച് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. GK. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ 4 തിരോധാന കേസുകളിന്മേൽ അന്വേഷണം നടക്കുമ്പോൾ അതിൽ സംശയനിഴലിൽ നിൽക്കുന്ന സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്തായ റോസമ്മയുടെ വീട്ടുവളപ്പിൽ ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന പരിശോധനയാണ്. നേരത്തെ കോഴിഫാം തുടങ്ങാൻ എന്ന പേരിലാണ് ഇവിടെ ഈ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ അവിടെ കോഴിഫാം തുടങ്ങുകയോ അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്തിട്ടില്ല. നാട്ടുകാർ പറയുന്നതായി നമുക്ക് പുറത്തു വരുന്ന വിവരം, ഇവിടെ കെട്ടിടത്തിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു റോട്ടൻ സ്മെൽ ഉണ്ടായിരുന്നു, ചീഞ്ഞ നാറ്റം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞതായി അറിയുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മാർക്ക് ചെയ്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ റഡാർ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിന്റെ പരിശോധന നടക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന നിലയിലാണ് റോസമ്മയുടെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകളെ കാണാൻ. ഇന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലും പരിശോധനകളിലും ഒക്കെ ഒരു കരിഞ്ഞ ലേഡീസ് ട്രാപ്പ്, വാച്ചിന്റെ ലേഡീസ് ട്രാപ്പ് മാത്രമാണ് കിട്ടിയത്. അത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ റോസമ്മയുടെ, അതായത് സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്തായ റോസമ്മയുടെ വീട്ടുവളപ്പിൽ നടത്തുന്ന പരിശോധന വളരെ നിർണായകമായ ക്രൈംബ്രാഞ്ചിന്റെ നീക്കമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെയൊക്കെ ഒരു അല്പം അകലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ആ വീട്ടുവളപ്പിൽ പരിശോധിക്കുന്നത്. റോസമ്മ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും.